ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിനോടൊപ്പം നോമ്പിന്റെ ധനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നോമ്പ് കാലത്തിന്റെ പ്രാർത്ഥനാ നിമിഷങ്ങളുടെയും വർജനത്തിന്റെ അനുഭവങ്ങളിലൂടെയും നാം ഉയർപ്പിന്റെ ധന്യതയിലേക്ക് പ്രവേശിക്കുവാൻ ഇനിയും കുറച്ചു ദിവസങ്ങൾ മാത്രം ബാക്കിയുണ്ട്. അടുപ്പിലുള്ള കരിക്കട്ടയ്ക്ക് വെളിച്ചമില്ല. എന്നാൽ ആ കരിക്കട്ട കനലായി തീരുമ്പോൾ ആ കനലിന് വെളിച്ചം കൊടുക്കുവാനും ചൂട് കൊടുക്കുവാനും കഴിയും. കരിക്കട്ടയ്ക്ക് വേദനകളില്ല, എന്നാൽ കനലിന് വേദനയുണ്ട്. എരിയുന്ന ജ്വലിക്കുന്ന അനുഭവമാണ് ആ കനലിനെ കനലാക്കുന്നത്. സഹനത്തിലും വേദനകളുണ്ട്, എന്നാൽ ക്രിസ്തുവിലുള്ള സഹനങ്ങൾ നമ്മെ കൂടുതൽ ജ്വലിപ്പിക്കുവാൻ ശക്തി പകരുന്നതാണ്. ഈ നോമ്പിന്റെ അനുഭവം നമ്മിൽ ഉടലെടുക്കണമെങ്കിൽ ക്രിസ്തു നമ്മിൽ ജ്വലിക്കണം. നമ്മുടെ നോമ്പും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയും ദൈവത്തിന് ഇഷ്ടമുള്ളതായി തീരുവാനും ദൈവഹിതം തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയും നമുക്ക് മുന്നേറാം. ഇന്നത്തെ ധ്യാന വിഷയം ആരാധന എന്താകുന്നു എന്നാണ്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങളാണ്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന സമയം വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. യേശു ശമരിയക്കാരി സ്ത്രീയോടുള്ള സംഭാഷണമാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. യേശു ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അവൾ ആരാധനയെക്കുറിച്ചുള്ളൊരു വികലമായ ധാരണ യേശുവിനോട് പറയുന്നു. ഈ ഭാഗത്ത് ഈ സ്ത്രീ കഴിഞ്ഞ കാലത്തിൽ ചെയ്ത കുറ്റം സംബന്ധിച്ച ബോധമതിയായിരിക്കണം. അതിനാൽ യഥാർത്ഥ ആരാധനാസ്ഥലത്തെ പറ്റിയുള്ള ഒരു അന്വേഷണത്തിന് അവൾ തയ്യാറാകുന്നു. എന്നാൽ യെരുശലേമിലാണ് ആരാധിക്കേണ്ടത് എന്ന് യഹൂദന്മാർ അവകാശപ്പെടുന്നതായും അവൾ കർത്താവിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ യഥാർത്ഥ ആരാധന എന്താകുന്നു എന്ന് യേശു അവളെ പഠിപ്പിക്കുന്നു. അവൾ പറഞ്ഞതിനെ കർത്താവ് തിരസ്കരിക്കാതെ തന്നെ കൂടുതൽ സത്യത്തിന്റെ വെളിപ്പെടുത്തലായി അത് പ്രയോജനപ്പെടുത്തുന്നു. സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്ക. ആരാധിക്കേണ്ടത് യെരുശലേമിലല്ല, ഈ മലയിലുമല്ല എന്ന് പറയേണ്ടുന്ന നാഴിക വരുന്നുവെന്ന് കർത്താവ് അവളെ ഓർമ്മിപ്പിച്ചു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് എന്ന് ഈ ഭാഗത്ത് നമുക്ക് കാണാം. ഇതിന്റെ അർത്ഥം ദൈവത്തിന്റെ ദൂതവാഹകരായിരിക്കാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നും അവരുടെ പക്കൽ ദൈവവചനം ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ്. ക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള ആഗമനത്തോടുകൂടി ആരാധനയ്ക്കായി ഒരു പ്രത്യേക സ്ഥലം ഇല്ലാതെയായി എന്ന് കർത്താവ് സ്ത്രീയെ അറിയിച്ചു. ഇപ്പോഴാകട്ടെ ക്രിസ്തുവിനെ രക്ഷിതാവായി അംഗീകരിച്ചിട്ടുള്ള എല്ലാവർക്കും ഏത് സമയത്തും ഏത് സ്ഥലത്തും ദൈവത്തെ ആരാധിപ്പാനായി കഴിയും. ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ കടന്നു എന്ന് വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവത്തെയാണ് ആരാധന എന്ന് പറയുന്നത്. ശരീരം കൊണ്ട് അവൻ കാരാഗൃഹത്തിലോ ഗുഹയിലോ വഴിയരികയോ എവിടെ വേണമെങ്കിലും ആരാധിക്കാം. അപ്പോഴും ആത്മാവ് കൊണ്ട് വിശ്വാസത്താൽ ദൈവസന്നിധിയിൽ വന്ന് ആരാധിപ്പാൻ അവന് സാധിക്കും. ഇനിയും മുതൽ പിതാവിനെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണെന്ന് കർത്താവ് സ്ത്രീയെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന് താഴ്മയോടും വിനയത്തോടും കൂടെ ആത്മാർത്ഥതയോടും കൂടി ആരാധിക്കുന്നില്ല എങ്കിൽ അത് വ്യർത്ഥമാണ്. പകയും വിദ്വേഷവും ചതിയും വഞ്ചനയും വെച്ച് ബാഹ്യമായി ആരാധിച്ചാൽ അതിൽ ദൈവം പ്രസാദിക്കില്ല. സത്യനമസ്കാരികൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ സത്യത്തിലും ആത്മാർത്ഥതയിലും തന്നെ നമസ്കരിക്കണമെന്നാണ് കർത്താവ് ഇച്ഛിക്കുന്നത്. ദൈവം തന്റെ ജനത്തിന്റെ ആരാധനയിൽ പ്രിയപ്പെടുന്നവനാണ്. അത് വാസ്തവത്തിൽ നമ്മളിൽ നിന്ന് അവന് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 24 പറയുന്നു, ദൈവം ആത്മാവാകുന്നുവെന്ന്. ഇത് ദൈവത്തിന്റെ ഒരു നിർവചനമാണ്.
മാനുഷികമായ തെറ്റുകളും പരിമിതികളും ഉൾക്കൊള്ളുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലെ അല്ല ദൈവം. കാലത്തിനും സമയത്തിനും അതിനധീനമാണ് ദൈവം. അവൻ അദൃശ്യനും സർവവ്യാപിയും സർവജ്ഞാനിയും സർവശക്തനുമാണ്. അവൻ തന്റെ സകല വഴികളിലും സമ്പൂർണനാണ്. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിക്കണം എന്ന് പറയുന്നു. ആരാധനയിൽ കളങ്കങ്ങൾ പാടില്ല. നമ്മുടെ ആന്തരിക ജീവിതം ശുദ്ധമായിരിക്കണം എന്ന് പറയുന്നു. തകർന്നും നുറുങ്ങിയതുമായ ഹൃദയവുമായിട്ടാണ് നാം ആരാധനയ്ക്കായി കടന്നു വരേണ്ടത്. ഇന്നത്തെ ദേവാലയത്തിൽ കാണുന്ന മദ്ബഹ സ്വർഗീയ സിംഹാസനം എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്നു. ദൈവിക സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മശിക തമ്പുരാൻ ഇരിക്കുന്ന ഇടങ്ങളിലായ മഹോന്നതങ്ങളിലായിരിക്കുന്നുവെന്ന് നമ്മുടെ ആരാധനയിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിലാണ് നാം ആരാധിക്കേണ്ടത്. നാം ത്രിയേക ദൈവത്തിന്റെ മുമ്പിലാണ് ആരാധിക്കേണ്ടത്, സ്തുതിക്കേണ്ടത്. 2 or 3 പേർ കൂടുന്ന ഇടത്ത് ദൈവസാന്നിധ്യം ഉണ്ട് എന്നാണ് അവൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇതാണ് സത്യം. അസത്യത്തിൽ നിന്ന് നമ്മളെ സത്യത്തിലേക്ക് നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന്. ആ സത്യദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് സാത്താന്റെ തന്ത്രങ്ങളെ ജയിച്ച് സമൃദ്ധമായ ജീവനിലേക്ക് കടക്കുവാനായി ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.